പ്രണയം 60 വയസ്സുകാരനെ 16 വയസ്സാക്കുന്ന പ്രണയം, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുത്തിയെ കയറി അങ്ങ് പ്രേമിച്ച്. ഇപ്പൊ അതെനിക്ക് ഭയങ്കര കുരുവായിട്ടിരിക്കുക. ഫോൺ വിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. കണ്ടാ വിളിക്കുന്നു അവളെ ഇന്ന് ഞാൻ. ഹലോ പറമത്തെ. ഹലോ രാഹുലേ. രാവിലെ അല്ലേ, ഇത് വൈകിട്ടല്ലേ? ഞാൻ രാഹുലേന്ന് വിളിച്ചതാ. ആ പറ. നീ എവിടെ നിക്കുവാ? ഞാനിവിടെ വീട്ടിലുണ്ട്. ഞാനേ ജംഗ്ഷനില്ല. ഏത് ജംഗ്ഷനി? നീ ഇവിടെ താമസിക്കുന്നില്ലേ? തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ഞാൻ നിക്കുവാ. അവിടെ എന്തിനാ നിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുവാ. അയ്യോ ഇങ്ങോട്ടൊന്നും വരണ്ട. അതെന്താ? എടി ഇവിടെ ആണെങ്കിൽ താഴത്തെ ഓണർ ഭയങ്കര കലിപ്പാണ്. പിന്നെ എന്റെ കൂടെ താമസിച്ച് സുനിയില്ലേ, അവൻ അതിനേം കാട്ടി കലിപ്പാണെന്ന്. നമ്മുടെ ലൈൻ വീട്ടിൽ പൊക്കി എനിക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് കൈ കിട്ടിയതെല്ലാം എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ. വരല്ലേ. എന്റെ പൊന്നളിയന്മാരെ, എന്നെ പോലെ കയറി പ്രേമിച്ച് കളയല്ലേ. ആരുമില്ല അവിടെ. ആരുമില്ല ഇവിടെ. ഇയാടെ കണ്ണി കുരുവോ? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലയോ? എന്നെ മനസ്സിലായോ? പിന്നെ കണ്ടോന്നെ മനസ്സിലാവും. മമ്മൂട്ടിയാണല്ലോ വന്നിരിക്കുന്നത്. കാവേരി എന്ന് പറയുന്ന ഒരാളെ അറിയാവോ? അറിയാം. അവിടെ ആങ്ങളെയാ ഞാൻ. അപ്പൊ അറിയത്തില്ല. എന്തോ പറഞ്ഞത്? കാവേരി അറിയത്തില്ലെന്ന്. അപ്പൊ പ്രണയത്തിന്റെ പേരിൽ നീ അവളെ കബളിപ്പിക്കുകയായിരുന്നല്ലോ. കബളിപ്പിക്കുകയല്ലായിരുന്നോ? എനിക്ക് ആ കൊച്ചിനെ അറിഞ്ഞൂടാ, പിന്നെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത്? അത് എന്തൊരു വർത്തമാനം അത്. രാഹുലെ ഞാനായത് കാവേരി. നീ എന്തുവാടി ഈ കത്തി വേഷത്തിൽ വന്നേക്കുന്നത്? നീ അല്ലേ പറഞ്ഞ ഇവിടുത്തെ ഓണറിന് പ്രശ്നമാണ്, പിന്നെ നിന്റെ സുനിക്ക് പ്രശ്നമാണെന്ന്. അതുകൊണ്ടാ അമ്മയുടെ മുടിയും അച്ഛന്റെ ഷർട്ടും ഒക്കെ ഇട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും പറവൂർ ഭരതന്റെ ഫിഗറും ലേഡീസ് ബാഗും. ഇതെന്തടി ഇത്? നിന്നെ കണ്ടുപിടിക്കും. നീ ഇറങ്ങി പോവാൻ നോക്ക്. അങ്ങനെ ഞാൻ പോകത്തില്ല. നമ്മുടെ ലൈൻ വീട്ടിൽ പിടിച്ച് നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ കടലിൽ കാണിച്ചാവും. കാവേരി നീ ഒന്ന് അടങ്ങ്. രാഹുലിന്റെ വാവയാരാ? രാഹുലിന്റെ മുത്താരാ? രാഹുലിന്റെ പൊന്നാരാ? മുതുകണ്ട കിടന്ന് കാണിക്കുന്ന കണ്ട. നീ താണ്ട പിണങ്ങരുത്. എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ലടി മുത്തേ. സത്യം. വലയിൽ കുരുങ്ങിയ മീൻ തന്നെ ഇര. ഡേ ഇൻ ഡേ ഔട്ട് ടെക്സ്റ്റിംഗ് ബ്രൗസിംഗ് അഡിക്ഷന്റെ കാര്യത്തിൽ നീ തന്നെ ഇര. ആപ്പിന്റെ ലോകത്ത് വീഴല്ലേ നീ, ഇരിക്കുന്ന കൊമ്പിന് വെട്ടല്ലേ നീ. ഫോണെടുത്ത് ലോക തുറന്നെടുക്കുന്ന ടൈം തൊട്ട് ലോക്കായതാരാണ്? നീയാ. രാഹുലേ! അയ്യോ ദാ ബൈക്ക് വന്നത് കണ്ടോ? രാഹുലെന്ന് വിളിച്ചത്. ബൈക്ക് വരുന്ന രാഹുലെന്നാണോ വിളിക്കുന്നത്? ശരി അല്ല, മറ്റേ സുനി വന്നത്. നീ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കി എങ്ങോട്ടെങ്കിലും. നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ വേഷം മാറി വന്നപ്പോ നിനക്ക് മനസ്സിലായില്ലല്ലോ. എന്നിട്ട് ശബ്ദത്തിൽ പിടിക്കും. ശബ്ദം ഞാൻ ഗാംഭീര്യത്തിലാക്കിക്കോളാം. ഈ നടത്തേല് പിടിക്കും. നടത്തേ ഞാൻ ഗാംഭീര്യത്തിലാക്കിക്കോളാം. ടെൻഷൻ ആകാതെ നീ എന്റെ പുറകിൽ ഒളിച്ചോ. സുനി അല്ല അവന്റെ അപ്പാപ്പനെ വരെ ഞാൻ പറ ഉറപ്പിക്കും. രാഹുലേ! രാഹുൽ എവിടെ? രാഹുൽ ഇവിടെ ഇല്ല. രാഹുലെ ഞാൻ എല്ലാം അറിഞ്ഞടാ. കംപ്ലീറ്റ് അറിഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞ്. എടാ നീ നിന്റെ മാമന്റെ മോനും കൂടെ കുടിച്ചു കൂത്താടാനാണ് നീ ഇന്ന് ജോലിക്ക് പോകാതെ ഇവിടെ കള്ളം അടിച്ച് നടന്നതല്ലേ? മാമന്റെ മോനോ? ഓ നിന്റെ വൈക്കത്തുള്ള മാമന്റെ മോൻ വന്നെന്ന് അറിഞ്ഞു. ഏത് വായിക്കത്തുള്ള അല്ല നിന്റെ വൈക്കത്തുള്ള മാമന്റെ മോൻ വന്നെന്ന് അറിഞ്ഞു. എവിടെ? കണ്ടുപിടിച്ച് കളഞ്ഞല്ല. സാമ്പാറ് വെച്ച് പോയി. ഇല്ലായിരുന്നെങ്കിൽ കിഴങ്ങെന്ന് പറഞ്ഞ് അവനെടുത്തിടായിരുന്നു. മീശളിയാ അളിയുടെ പേരെന്തോന്ന്? സൂര്യ. വിജയ്. ഞാൻ വിജയ് ഫാനാ. വിജയുടെ മൊത്തം പേരെന്താണ്? വിജയ് സേതുപതി. പരിചയമുള്ള ശബ്ദത്തോടെ. ഈ സേതുപതി എന്ന് പറഞ്ഞാലേ തിരുപ്പതിയുടെ അപ്പുറത്തുള്ള സ്ഥലത്തിന്റെ പേരല്ലേ? അതെ. വീണ്ടും കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അളിയൻ വന്ന സ്ഥിതിക്കും എനിക്കിന്ന് ശമ്പളം കിട്ടിയ വകയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കണം. അപ്പൊ ആ ചെലവ് അടുത്ത റെന്റിന്റെ കൂടെ കൂട്ടത്തിൽ കൊടുക്കുമായിരിക്കല്ലോ. എന്നെ തന്നെ ഞാൻ അള്ളും. നമുക്ക് അടിക്കണ്ടേ സാധനം? പോയി അടി. ആരും നിന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. നീ എന്തോ ഈ കിടന്ന് കാണിക്കണേ? ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. ക്യാരക്ടർ ഞാൻ പറഞ്ഞു നീ പോ. ഞാൻ പോകത്തില്ല. എനിക്ക് വീട്ടിൽ നീ അങ്ങനെയാണെങ്കിൽ അണ്ണാന്ന് വിളിച്ച് കൂടെ നിന്നാ മതി. രാഹുലേ അണ്ണാ രാഹുൽ ആരെങ്കിലും ഒരാളെ മെനക്കെടുത്തിക്കാതെ നീ വന്നാ മതി. അവൻ വിളിക്കുവാണെങ്കിൽ മാത്രം പോയാ മതി. രാഹുലേ വെള്ളം വേണ്ടേ അടിക്കാൻ? വേണോ? വെള്ളം ഇങ്ങോട്ട് വരുവോ? ഇല്ല. ഇവിടെ പോയി വെള്ളം എടുത്തോണ്ട് പോടാ. എന്തോന്ന് കാണിക്കണത്? അളിയാ മീശളിയാ അളിയ വാ.
അളിയന്റെ ഒരു കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. മനുഷ്യൻ ഇയാൾക്ക് എന്താ നീ കാണിക്കുന്നത്? രാഹുലേ, 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 രാഹുലേ. എടാ എന്താ എടാ എനിക്ക് നടുവയ്യാന്ന് എനക്ക് അറിയാല്ല. ഞാൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ നീ അല്ലടാ എന്റെ പാന്റ് ഊരി തരണത്. അതും ഇങ്ങനെ ഒരു പെങ്കൊച്ചോ നിൽക്കുമ്പോ പകച്ചു നിൽക്കുമ്പോൾ വേറെ സ്ഥലത്തുനിന്ന് ഒരു അതിഥി വരുന്നു, അപ്പൊ പകച്ചു നിൽക്കും. നിനക്ക് നാണവും മാനവും ഇല്ലെന്ന് പറഞ്ഞ് എന്താടാ അണ്ണാ ഈ കാണിക്കണ? നീ ഊരിയണ്ണ ഉരിയുടെ ആവശ്യമില്ല. നടുവും വയ്യാതാ. രാഹുലേ, എടാ കണ്ടാടാ കൊലുസ്? കാണുകയും ചെയ്ത് കേൾക്കുകയും ചെയ്ത്. എടാ എന്തോ പറയുന്നത്? അത് സേതുപതിയിലെ ഒരു ആചാരം. എനിക്ക് ആചാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് പറ. അതിനി ആലോചിക്കട്ടെ, ഇത് എന്തൊരു പറയുമോ എന്തോ. എന്തൊരു ആലോചിക്കാതിരിക്കണ്ട ഒരു ആചാരത്തിൽ. ഞാൻ പറയാം, നീ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാണ. പറ. ആചാരം ചോദിക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കും രാഹുലേ അങ്ങോട്ട്. ഐസിനങ്ങ് ഒഴിവായല്ലേ, ഞാൻ പുതിയത് ഉണ്ടാക്കണ. അതാ ഇതണ്ണ യവക്ക് അങ്ങ് സേതുപതിയില് ഇവക്കാ വേറെ അവക്ക് സേതുപതിയുമായിട്ട് പ്രണയമായിരുന്നു. അങ്ങനെ ഇവരുടെ വീട്ടുകാർ കല്യാണം സമ്മതിച്ചില്ല. ആ വിഷമത്തിലാണെങ്കിൽ ആ പെണ്ണാണെങ്കിൽ കിണറ്റി ചാടി തൂങ്ങി വിഷം അടിച്ച് മരിച്ചെണ്ണ. അന്ന് തൊട്ട് ആ ഓർമ്മയ്ക്കാണ് അവൻ കൊലിച്ചിട്ടുണ്ട് നടക്കുന്നത്. ആ പെണ്ണിന്റെ പേരെന്തിര്? പെണ്ണിന്റെ പേരെന്തിര്? ഇനി അതും ഞാൻ ഉണ്ടാക്കാം. പേര് പറയണേ. ഒരു പെണ്ണിന് പേരില്ലേ? പേരെന്ന് വെച്ചാ മാരിമുത്തു. ആണിന്റെ പേരില്ലടാ അത്. പറഞ്ഞു വരട്ടെ, മാരിമുത്തു ചിപ്പി. ചിപ്പി ചിപ്പി പെണ്ണാണ്. പെണ്ണാണല്ലേ? പെണ്ണാണ്. അത് മാത്രല്ല, ലേഡീസിന്റെ ചെപ്പലും ക്യൂടെക്സ് ഉണ്ട്. ഇനി വേറെ കളർ. അങ്ങനെ ഇനി അതിന് ഞാൻ കഥ ഉണ്ടാക്കാടി. അറിയാ കഴിയളിയാ അവിടെ കൊടു. അളിയനായിട്ട് തൊഴിച്ചു തരാം. പിടികളിയാ. സന്തോഷാളി എന്റെ അളിയൻ വന്നതിന്റെ സന്തോഷത്തിന് കഴിക്കുമല്ലേ? ഇതാണ്ടേ വിജയ് സേതുപതിയുടെ കഴിച്ചാടാ എത്ര പെട്ടെന്ന്. നല്ല കുടി കുടിക്കുന്നുണ്ട്. എന്തൊരു ആംബിയറാടാ ഇതിനൊക്കെ. കഴിയളിയാ. എടാ ഇത് ഏതോ ഷാപ്പിൽ അടിച്ചു കിടന്ന സാധനോടാ. കണ്ടാ പടാന്ന് 2 പെഗ് അടിച്ചു കണ്ടാ. പക്ഷെ രാഹുലെ എനിക്ക് ചെറിയൊരു ഡൗട്ട്. തലയ്ക്ക് പിടിക്കണില്ലെന്ന് തോന്നണ അളിയന്. ഇനി അങ്ങനെ വരാം. തലയ്ക്ക് പിടിക്കണില്ല. 2 പെഗ് അടിച്ചല്ലേ? തലയ്ക്ക് പിടി. ഭൂലോക തോൽവി എന്റെ അല്ല നിന്റെ. അത് പറഞ്ഞപ്പോ അതാ എന്തുകൊണ്ടാ എണ്ണം കെട്ടവളെ ഫിറ്റായിട്ട് അഭിനയിക്കാൻ. നല്ല വെരി നാച്ചുറൽ ആക്ടിങ്. നല്ല പിടുത്തം. എന്താ രാഹുലേ? അളിയാ അണ്ണ 2 എണ്ണം കൂടി ഒഴിച്ച് ഒരെണ്ണം അങ്ങോട്ട്. എടി ഞാൻ എന്താ പറഞ്ഞെന്നറിയാം, പിടുത്തമാണെന്ന് പറയാം. നിന്റെ മീശ ഇളകിയിരിക്കുന്നു, ഞാനത് ഒട്ടിച്ചു തരാം. നല്ല പിടുത്തമാണ് സേതുപതി. ഞാൻ ഈ മീശ ഇളക്കി തരുന്ന സമയത്ത് അളിയാ നമ്മുടെ രാഹുലിന്റെ അളിയായി സേതുപതി ഇന്ന് വന്നു കേട്ടാ. ഇവിടെ സാധനമൊക്കെ എടുത്തു വെച്ച് കഴിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങൾ ഓരോ പെക്ക് 2, 3 അല്ല മീശ നേരത്തെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു മീശ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ആക്കണത് അത് ചിന്തിക്കുവാണ്. ഈ സാധനം തീർന്ന ഇനി എവിടെ നിന്ന് ബ്ലാക്കിൽ എടുക്കും ഇങ്ങനെ ചിന്തിക്കുവാ. ഓ അങ്ങനെയാണ്. വെറൈറ്റി ആണല്ലോ. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ ഒഴിച്ചാലാ? ഒഴിച്ചോണ്ട് വാ. ഗ്ലാസ് അത് നല്ലപോലെ ഒട്ടിയത് പോലുമില്ല. ഞാൻ ചുമ്മാ ഇരിക്കാം. രാഹുലേ രാഹുലേ വാള് വെക്കാൻ വന്നു കഴിഞ്ഞാൽ വരണ വാളുണ്ടല്ലോ തിരിച്ചിറങ്ങിപ്പോ ഉഗ്ര ഒരു നമ്പരുണ്ട്. നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ചാലിച്ച് വയറിൽ വെച്ച് ഇങ്ങനെ ഒരു 10 മിനിറ്റ് തടവണം. നീ കോട്ടയം സ്റ്റൈലിൽ മീൻകറി ഉണ്ടാക്കാൻ പോണ? അതല്ല മരുന്നടാ. അങ്ങനൊന്നും വേണ്ട. അമൃതാഞ്ജനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമൃതാഞ്ജുണ്ട്. ഇവിടെ അമൃതാഞ്ജൻ. അങ്ങനെ എടു. നിന്റെ മീശയില്ലേ? ദൈവമേ, പലയിടത്തും മീശ വെക്കണ കണ്ട് ഇതാവർത്തെ ചന്തി മീശ വെച്ചോണ്ട് നടക്കണം. ഇങ്ങോട്ട് വന്നാ എനിക്ക് അണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താന്നറിയാമോ? കാരണം അണ്ണ ഇത്രയും നാള് എന്റെ ചെലവ് നോക്കുന്നു. ഒരു ബന്ധവും ഇല്ലാത്ത എന്റെ സേതുപതി വന്നപ്പോ അവനെ അണ്ണ സ്നേഹിക്കുന്നല്ലേ. സ്നേഹം കൊണ്ടല്ലേ അണ്ണ. നീ എന്റെ പൊന്നനിയനല്ലടാ. നല്ല നാറ്റോണ. നിങ്ങൾ ഇപ്പൊ വീഴും കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്.
എത്രയും പെട്ടെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കി. എന്ന് കട്ടില്ല നീയല്ലേ അളിയ എന്റെ കൂടെ കിടക്കും. അതെ, അതെ. ഇന്ന് നീ തറയെ കിടക്കും, നിന്റെ അളിയൻ നമ്മളെ ഗസ്റ്റ്. അളിയനെ എവിടെ? എന്ത് വേണ്ട കിടക്കും. പിന്നെ കിടക്കുമ്പോ കാലൊക്കെ എടുത്ത് ഞാൻ മണ്ടയെ കൂടെ ഇടും. കൊച്ചിലോണോ ശീലോണോ ഒന്നും തോന്നല്ലേ കേട്ടോ. ആ കള്ള എന്റെ അടുത്ത് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അയ്യോ കടകളിയാ കടകളിയാ ഉറങ്ങണ്ട, അവൻ കിടക്കൊണ്ട് അവൻ ഇവിടെ വന്ന് കിടന്നോളാം. പോളിയാ കടകളിയാ പോളിയാ. എന്റെ അടുത്ത് പറഞ്ഞ എങ്ങനെ വരല്ലത്? ഇവിടുന്ന് കണ്ട വന്നപ്പോ മുതൽ എന്നോട് ദേഷ്യം. എന്നോട് ഇഷ്ടമുണ്ട് സത്യം പറ രാവിലെ. എനിക്കിഷ്ടമുണ്ട്. രാഹുലിന്റെ പൊന്നാരാ, ഞാൻ രാഹുലിന്റെ മുത്താരാ. എന്ത് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമല്ലോ. നാളെ നമ്മുടെ കല്യാണം. എനിക്കൊരു ഉമ്മ തരുവോ? രാഹുലിന് ഒരു ഉമ്മയല്ല 1000 ഉമ്മ ഞാൻ തരും. എനിക്കത് മതി. ഇവ ഇത്തരക്കാരനായിരുന്ന ഉമ്മ ചോദിച്ചേക്കണ. നമുക്ക് അങ്ങോട്ട് പോയാലോ? രാഹുലേ, സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഇയാള് എന്തോ റസൂൽ പൂക്കുട്ടിയാണോ സൗണ്ട് പിടിക്കാൻ? സൗണ്ടിന്റെ കേസ് വിട്. കേട്ടോ നോക്കട്ടെ. മീശ എവിടെ? മീശ എവിടെ? മീശ ഇപ്പൊ പഠിച്ചു. ആര്? രാഹുൽ പറഞ്ഞിട്ട് ഇപ്പൊ പഠിച്ചു. ഇവൻ പറഞ്ഞ ഇവൻ പറയും. ഇവൻ മാത്രമേ മീശ പഠിക്കാൻ പറയും. നേരത്തെ ഒരു പിടി പിടിച്ച കണ്ട എന്നെ. ഇങ്ങി വാ അളിയാ. അളിയ എവിടുന്ന് രക്ഷപ്പെട്. ഇവന്റെ അണ്ടറിൽ നിന്ന് അളിയൻ രക്ഷപ്പെടണം. അതാണ് എന്റെ ആഗ്രഹം. കുടുംകുടുക്ക എടുത്തുണ്ട് വിട്ടോ. അല്ല ഞാൻ നീ എന്തെണ്ണ മാറിയില്ലേ? നമ്മൾ ഇത്രയും കാലം എന്തെണ്ണ ഞാനും തൊടുന്നതിന് എന്തെണ്ണ? അളിയ എന്തെങ്കിലും സാധനം ഇവിടെ മിസ്സായിട്ടുണ്ടോ നോക്കിക്കോളണം. എന്റെ ബ്ലൗസ് ചുരിദാർ. അയ്യോ അടിപ്പാവാടാ. എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സാ. ഇവമേ ഇന്നലെ ടിവിയിൽ ഒരു വാർത്ത കേട്ടേ ഉള്ളൂ. ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് തുണി അടിച്ചു മാറ്റാൻ വൻ സംഘം ഇറങ്ങിയെന്ന്. നീ അക്കൂട്ടത്തിലുള്ളതാണല്ലേ. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തണം. അതാണ് എന്റെ. ഇറങ്ങ്, വെളിയിറങ്ങി. പോടാ ഇറങ്ങി. ഇറങ്ങണോ? ഇയാൾ കുറെ നേരമായിട്ട് തുടങ്ങിയതല്ലോ. ഇയാൾ ആരാന്ന് വിചാരിച്ചാ ഇയാൾ സംസാരിക്കുന്നത്? ഞാൻ ആരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായോ? ഇത് അത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഞാൻ കാവേരി, അത് രാഹുലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര പ്രണയം. അണ്ണ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ചോണ്ട്. എന്തുകൊണ്ടോ നേരത്തെ ഒരു വാക്കിന്റെ അടുത്ത് പറയാത്തത്? ഈ പെമ്പിള്ളാരെ ഒന്നും ഇഷ്ടമല്ലല്ലോ. എന്റെ പൊന്നു വെച്ചാൽ നീ ഇവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനും അമ്മയും 10-12 സഹോദരിമാരെ കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്നു. എന്തോ എന്റെ അച്ഛൻ ഫാം നടത്തുന്ന അല്ല, 2 സഹോദരിമാരെ കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങളെ കല്യാണം നടന്നെന്ന് വിചാരിച്ചോ? നിങ്ങളെ കല്യാണം നടന്നു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ചെലവ്, പിന്നെ കൊച്ചു ഗർഭിണിയാകുമ്പോൾ അതിന്റെ ചെലവ്, പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ നൂല് കെട്ട് കാര്യങ്ങൾ മറ്റത്, പിന്നെ ഒന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ LKG ചേർത്ത് കഴിഞ്ഞാൽ ഡൊണേഷൻ കൂടുതലായിരിക്കും അല്ലേ? അല്ല, അവിടെ എന്താ പ്രശ്നമുണ്ട്? പറഞ്ഞോ. അല്ല നിന്റെ ഇളയ കൊച്ചു എത്ര പഠിക്കുന്നത്? LKG. LKG പഠിക്കുന്ന ഒരു കൊച്ചിന്റെ ഡൊണേഷൻ ഫീസ് എത്രയാണെന്ന് അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഡൊണേഷൻ ഭയങ്കര പൈസയാണെന്നേ. കെട്ടി കഴിഞ്ഞു. മക്കളുണ്ടല്ലേ? അപ്പൊ നീ എന്നെ ചതിക്കുവായിരുന്നല്ലേ രാഹുലെ? ഞാൻ എന്ത് ആത്മാർത്ഥമായിട്ടാണ് നിന്നെ രാഹുലിന്റെ വാവ ആരാ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. നീ എന്നെ ചതിച്ചു കണ്ടോ. ഈ കാവേരി നീ അറിയും. കുലുക്കാതെടി. പിന്നല്ലാതെ ഞാൻ എന്തോ ചെയ്യും? പറഞ്ഞോട്ട് വാവയുടെ പൊന്നാരാ? ഹലോ അച്ഛനെ വിളിക്കുന്നു. രാജീവ് ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ആ ജംഗ്ഷനിലുണ്ട്. എന്തിനാ ഇപ്പൊ പാട്ട് പാടുന്നത്? എന്തുവായാലും നമ്മുടെ ലൈഫ് വീട്ടിൽ പൊളിച്ചു. ഞാൻ അങ്ങോട്ട് വരുവാ. കൈ കിട്ടിയ സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരുവാ. എന്നോട് പറഞ്ഞ ആദ്യത്തെ സെയിം ഡയലോഗ് നിന്നെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അങ്ങ് പോവോ? അതല്ല, ഈ ബിഗ് മീശയൊക്കെ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. ശരി, അവിടെ പോയി സേതുപതിയാവാലോ. എടാ, പിടിച്ചതിനേക്കാളും വലിയ സാധനമായിരുന്ന മാളത്തിനകത്തോട്ട് ഇരുന്നത്. പോട്ടെ എളിയാ. കാവേരി നോ, സേതുപതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.